കേരളത്തിലെ അടുത്ത സമയത്തുണ്ടായ ഒരു വിവാദമാണ് കേരളത്തിലെ ടോപ്പായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ, അതിൻ്റെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തക കുംഭമേളയെ പറ്റി പറയുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെയും ആ ലേഖികയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമയും BJP നേതാവിനെ മാറ്റി നിർത്തുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേരളത്തിലെ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഇവർക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? മറ്റേ കോട്ടയത്തുണ്ടായ ആത്മഹത്യ, ആ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അച്ഛനെയും അത് മാറ്റി വെച്ചിട്ട് ആ സിസ്റ്റത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽസിനെ അല്ല നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡിമോളിഷ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടും, അതായത് കുംഭമേളയായി ബന്ധപ്പെട്ടും, ഞാൻ ആ ഇൻഡിവിജ്വൽ ചാനലിൻ്റെ ആ ലേഖികയൊന്നുമല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം ഉണ്ടായത്? ആ സിസ്റ്റം എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഹൈന്ദവ ആചാരങ്ങളെയും അതിൻ്റെ കുറവുകളെയും മാത്രം ചൂണ്ടിക്കാണിക്കുന്നത്? എന്നാൽ യഥാർത്ഥ സോഷ്യോളജിക്കൽ ഇഷ്യൂ ഉണ്ട് കേരളത്തിൽ. അത് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പറ്റിയുണ്ട്, മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവരെ പറ്റിയുണ്ട്. അതിനെപ്പറ്റിയൊന്നും തൊടില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികളുടെ ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിനകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇതതിൻ്റെ കാരണം. അതായത് കേരളത്തിലുണ്ടായിരിക്കുന്നൊരു ഭാവമാണ് ഈ ഹൈന്ദവ മതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരെ ബുദ്ധിജീവി കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ സമൂഹം ഇവരെ അക്സെപ്റ്റ് ചെയ്യും. ഈ മനോഭാവമാണ് ഇവിടെ മാറ്റേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ മാത്യു സാമുവൽ സാറ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മാത്രം ഏകപക്ഷീയമായിട്ട് വേട്ടയാടാനും ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടും നിരന്തരമായിട്ട് എത്ര വിഷയങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെയുള്ള ജിഹാദി ഭീകരവാദികളെ കൃത്യമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ അർബൻ നക്സലുകൾക്കൊപ്പം നിന്നുകൊണ്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ കേരളത്തിൽ അവർ അതിന് സ്റ്റാർട്ടിങ് ആരംഭിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഒരു തിരികൊളുത്തി എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരും, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഹിന്ദു സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുക, മഹാഭാരതവും രാമായണവും എല്ലാം കത്തിച്ച് കടലിൽ എറിയണം എന്നുള്ള രീതിയിലേക്ക് പറയുന്ന പ്രസ്താവനകൾ നടത്തുന്നു. അതിനെ തുടർന്നുകൊണ്ട് 2025 ഈ ഒരു സമയം നമ്മൾ എത്തി നിൽക്കുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇതുപോലെയുള്ള പല ആളുകളും, അത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, മറ്റ് ബിസിനസ് സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ, അത് അല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവരെല്ലാവരും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർത്തെറിയുക. അതിനുവേണ്ടി വിശ്വാസികളല്ലാത്ത ഇവിടുത്തെ നിരന്തരമായിട്ട് ഹൈന്ദവ സമൂഹത്തിനെതിരെ നിരന്തരമായിട്ട് ഹൈന്ദവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകളെ ഇരുമുടിക്കെട്ടും എടുപ്പിച്ചുകൊണ്ട് കറുത്ത വസ്ത്രവും ധരിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസിനെയും കൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ പോലീസിനെയും സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിരന്തരമായിട്ട് ശ്രമിച്ചതിൽ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു യുവതി ശബരിമലയിൽ പ്രവേശിച്ച് അവിടുത്തെ ആചാരാനുഷ്ഠാനം തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമാണെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ സ്വരാജ് എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞത് എന്താണ്, ഈ യുവതികൾ അവിടെ പ്രവേശിച്ച സമയത്ത് അവിടുത്തെ ശബരിമലയിലെ അയ്യപ്പനെ ഇനി മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാം, ആ ഒരു ശാപത്തിന് മോക്ഷമായി, അല്ലെങ്കിൽ ആ ഒരു ആചാരത്തിന് അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ആചാരം ഇല്ലാതെയായി മാളികപ്പുറത്തമ്മക്ക് കൊടുത്ത വാക്ക് ശബരിമല അയ്യപ്പൻ പാലിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വരാജ് CPM ഒരു പൊതുയോഗത്തിൽ നിന്നുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ
കണ്ണിൽ കുത്തിക്കൊണ്ട് പറഞ്ഞത്. ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ ഹിന്ദു സമൂഹം വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുന്നത്. ആ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നമ്മൾ കുത്തിയ വിരൽ, ആ വിരൽ നമ്മുടെ തിരിച്ചു പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ കണ്ണിൽ തന്നെ കുത്തുന്ന അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഈ കൊച്ചു കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം, നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന വലിയ കൊടിയ ദുരിതം അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിൽ പെൺകുട്ടികളുടെ വിവാഹം കഴിയാത്ത എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലഭിക്കാത്ത, അച്ഛനമ്മമാർ വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വീടില്ലാത്ത, അങ്ങനെ നിരവധി ഹൈന്ദവ കുടുംബങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും. പക്ഷെ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ഈ വലിയ രീതിയിലുള്ള തുക, ഇത് എന്താണ് ചെയ്യുന്നത്? ഈ തുക ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ ക്ഷേമം അന്വേഷിക്കേണ്ട സർക്കാർ എന്തിനാണ് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നത്? ഈ വർഷം തന്നെ 440 കോടി രൂപയുടെ വരുമാനമാണ് ശബരിമലയിൽ 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയിൽ കയറിയ അയ്യപ്പന്മാരിൽ നിന്ന് അവിടെ ലഭിച്ചിരിക്കുന്ന വരുമാനം. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ അത്രക്ക് വലിയ രീതിയിൽ ഹിന്ദു സമൂഹത്തിന്റെ പണം വലിയ രീതിയിൽ ഊറ്റിയെടുക്കുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡും സർക്കാരും നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സംസാരിക്കാറ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്യു സാമുവൽ സാറ് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ. കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണോ താനെങ്കിൽ താൻ ഒരു ബുദ്ധിജീവിയായിട്ട് സ്വയം മാറുകയും ആ സ്വയം മാറിയ ബുദ്ധിജീവിയെ ഈ പുതിയ ബുദ്ധിജീവിയാണ് ഇത് കേരളത്തിന്റെ എന്നുള്ള രീതിയിലേക്ക് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തരമായിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ കുറേ സുഡാപ്പികളും നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ പറയുന്ന കലാപരിപാടിയിൽ ഒട്ടും മോശമല്ല. സ്ഥാനാർത്ഥിയാകാൻ കാസർഗോഡ് പോയ കോൺഗ്രസ് നേതാവ്, ഹിന്ദുവായ കോൺഗ്രസ് നേതാവ് തൻ്റെ നെറ്റിയിലെ കറുത്ത കുറി പോലും മായ്ച്ചു കളയുന്ന, അല്ലെങ്കിൽ എന്ന് മുതൽക്കെയാണ് ഈ ഉണ്ണിത്താനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിനെ നമ്മൾ ഓരോരുത്തരും കണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ കറുത്ത കുറി പോലും മായ്ക്കുന്ന തരത്തിലേക്കുള്ള വലിയ വിഷയങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അപ്പോൾ ഹിന്ദുവാണെന്ന് ഹിന്ദുവിന്റെ അഭിമാനമായിട്ടുള്ള ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ കളവാണെന്നും കള്ളമാണെന്നും തെറ്റാണെന്നും പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്രയും കാലം കേരളത്തിലെ വിഷയങ്ങൾ വലിയ തരത്തിൽ വിമർശിക്കുന്നവർ കുംഭമേളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുംഭമേള വലിയ രീതിയിൽ എന്തോ ബിസിനസ്സിന് വേണ്ടി മാത്രം നടത്തിയതാണെന്നും, അല്ലെങ്കിൽ കുംഭമേളയിലെ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അത് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നുള്ള രീതിയിലേക്ക് പല മാധ്യമ പ്രവർത്തകരും ഒരു ഉളുപ്പുമില്ലാതെ നിരന്തരമായിട്ട് വിളിച്ചു പറയുന്നത്. നമ്മൾക്ക് ആവശ്യം കേരളത്തിൽ ബാൽ താക്കറയെ പോലെയുള്ള മനോഭാവമുള്ള ഹൈന്ദവ സമൂഹത്തെയാണ്, പ്രവീൺ തൊഗാഡിയെ പോലുള്ള മാനസികാവസ്ഥയുള്ള ഹൈന്ദവ സമൂഹത്തെയാണ്. നമ്മൾക്ക് ആവശ്യം നരേന്ദ്രമോദിയെ പോലെ എപ്പോഴും ഉറച്ച നിലപാടുകൂടി ഹൈന്ദവ സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തെ ഒന്നിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ മുന്നിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് നമ്മൾക്ക് ഇന്ന് കേരളത്തിന് ആവശ്യം, കേരളത്തിലെ ഹിന്ദുവിന് ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി പോയില്ലെങ്കിൽ വരാനിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധി പ്രത്യാഘാതങ്ങൾ ഹിന്ദു സമൂഹം നമ്മുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല.